ഹലോ ഗേസ്, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയ ഒരു കാര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ആർക്കും ഒരു പൂർണ്ണമായ ബോധമില്ല. സയൻസിൽ പോലും വെളിപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ നിഗൂഢതകളുണ്ട്. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ചിലപ്പോൾ ഈ ഭൂമിയുടെ പുറത്ത് ജീവൻ ഉണ്ട് എന്ന് പറയാറുണ്ട്. ഭൂമി അല്ലാതെ ഉള്ള ഓരോ ഗ്രഹങ്ങൾ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇങ്ങനെയുള്ള 8 പ്ലാനറ്റ്സ്. ഇപ്പോൾ പുതുതായിട്ടൊരു പ്ലാനറ്റ് വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും പ്ലാനറ്റ്സിൽ ഇവിടെയൊക്കെ ജീവനുണ്ടോ, അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അന്യഗ്രഹ ജീവികളായിക്കോട്ടെ, അവരെ ഏലിയൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന അവർക്ക് എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു ജീവികൾ നമ്മൾ കാർട്ടൂൺസിലും അങ്ങനെയുള്ള കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പലപ്പോഴും ആൾക്കാർ ചിന്തിക്കാറുണ്ട്. സത്യത്തിൽ ഇതൊക്കെ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചമല്ലേ, അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം. പക്ഷെ എന്നാലും പൂർണ്ണമായൊരു വ്യക്തത നമുക്കതിലില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞെട്ടിയിരിക്കും. കാരണം 1991 ഒരു സ്ഥലം, ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ ഒരു സ്ഥലമാണ്, ഇംഗ്ലണ്ട്. ആ സ്ഥലത്തിൽ വെച്ചിട്ട് UFO കണ്ടെത്തി. അന്ന് പ്രത്യേകിച്ച് ക്യാമറയൊന്നുമില്ലെങ്കിലും അവിടെ എന്തോ ഒരു ഐഫോൺ തരത്തിലുള്ള ഒരു സൈസ് ക്യാമറ, അത് ആ കാലത്തിലുള്ള ക്യാമറയാണ്. ആ ക്യാമറയിൽ നിന്നും ഒരാൾ പകർത്തിയൊരു ദൃശ്യം, ആ ദൃശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള UFO ആണ്. ആ UFO എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഫേക്കൊന്നുമല്ല, റിയലാണ്. അത് യഥാർത്ഥത്തിൽ ഉള്ള ഒരു ഫോട്ടോയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയാൻ ചിലപ്പോൾ അത് ഫേക്ക് ആയിക്കൂടെ. പക്ഷെ അക്കാലത്ത് എങ്ങനെയാണ് അവർ ഫേക്കൊക്കെ സൃഷ്ടിക്കുന്നത്? ഇപ്പോൾ ബഹിരാകാശത്ത് പോയവരെ തന്നെ അവർ ചിത്രീകരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ആ ഒരു കളറിലുള്ള ക്യാമറ ടൈപ്പ്. പക്ഷേ ഈ ക്യാമറ എന്ന് പറയുന്നത് ഇത് ക്ലിയർ, ഇത് റിയൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് ആലോചിക്കാൻ പറ്റും. പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു കാര്യമാണ്, അത്ര വർഷമൊന്നും ആയിട്ടില്ല. ഒരു കുട്ടി പറയുകയാണ് ജീവിതത്തിൽ വന്നതിന് ശേഷം, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു അന്യഗ്രഹ ജീവിയായിരുന്നു. ഞങ്ങൾ ജീവിച്ചിരുന്നത് ചൊവ്വയിലെ ഭൂമിയുടെ അടിയിൽ, ഈ ഭൂമിയല്ല അവിടുത്തെ ആ മണ്ണിൻ്റെ അടിയിലാണ് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നത് എന്ന് ആ കുട്ടി പറഞ്ഞ് ഓരോരുത്തവരോടും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ വിശേഷിച്ചിരുന്നത് തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാണ്, അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ,